ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകരുന്ന നടീനടന്മാർ ബിബിൻ ജോർജ് ഉണ്ട്, ബാബുരാജ്, വിസ്മയ, അനീഷ്, മീര വാസുദേവ്, മുരളി ഗോപി, ശ്രീകാന്ത് മുരളി, ഇവരൊക്കെയാണ് ഈ സിനിമയിൽ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ആളുകൾ. നവാസ് വള്ളിക്കുന്നൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ സംവിധായകൻ ജോർജ് വർഗീസ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ താന്തോന്നി എന്ന പൃഥ്വിരാജ് സുകുമാരൻ്റെ സിനിമയായിരുന്നു. കണ്ടിരിക്കാവുന്ന ഡയറക്ഷനാണ്, കണ്ടിരിക്കാവുന്ന കാര്യങ്ങളൊക്കെയാണ് ആ സിനിമയിൽ നമ്മൾ കണ്ടത്. പുതുമ ഒന്നുമില്ലെങ്കിലും നമുക്ക് കണ്ണിന് സ്ട്രെയിൻ ഇല്ലാതെ കാണാനായിട്ടുള്ള സംവിധാനം ആണ് സംവിധാനം എന്ന് പറയുന്നത്. അത് മനസ്സിൽ നിന്ന് വരുന്ന സംവിധാനമാവുള്ളൂ, അങ്ങനെ ആവുള്ളൂ. ഈ സിനിമയിൽ സന്തോഷ് കുമാറിൻ്റെ തിരക്കഥയ്ക്ക് ചില ഇഴച്ചിലുകളും വലിച്ചിലുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നീട് അതൊക്കെ പതുക്കെ അതൊക്കെ മാറി വന്ന് സംവിധായകൻ്റെ ആ ഒരു താളത്തിനൊപ്പിച്ച് വരികയാണ് പിന്നീട് ഉണ്ടാകുന്നത്. സംവിധായകൻ തിരക്കഥയെ മറികടന്ന് പോവുകയാണ് ശരിക്കും ചെയ്യുന്നത്. തിരക്കഥയിൽ തട്ടിമുട്ടി സംവിധായകൻ അവിടെ നിൽക്കുകയല്ല ചെയ്യുന്നത്. പകരം സംവിധായകൻ അതിൻ്റെ പോരായ്മകളെ മറികടക്കാനുള്ള ത്രാണി സംവിധായകന് ജോർജ് വർഗീസിന് ഉണ്ടായതുകൊണ്ടാണ് ഈ സിനിമ ആദ്യമധ്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായി മാറുന്നത്. അങ്ങനെയാണ്. ആദ്യമൊക്കെ ഒരു ഇഴച്ചിലൊക്കെ ഉണ്ടായിരുന്നു, എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു തോന്നൽ പ്രേക്ഷകർക്കും ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ ഇത്തരം രീതികൾ നമ്മുടെ ന്യൂ ജനറേഷൻ സിനിമകളൊക്കെ വരുന്ന സമയത്തുള്ള ഒരു രീതിയാണ്. അതായത് പറയാനുള്ളത് ഒന്നും നമ്മളോട് ആദ്യമേ തന്നെ പറയുന്നില്ല, അതെല്ലാം അവസാനത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. സൂചനകൾ മാത്രമാണ് ആദ്യം നമുക്ക് തരുന്നത്. ഇവിടെ നമ്മൾ നോക്കുക, ബിബിൻ ജോർജിൻ്റെ ഉണ്ണി എന്ന കഥാപാത്രം ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്താണ് അച്ഛന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എന്ന് പറയുന്നത്. അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്നറിയുകയും ശ്രീകാന്ത് മുരളിയാണ് അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. ആശുപത്രിയിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നു. അവിടെ ഉള്ള ഒരു പെൺകുട്ടിയാണ് ഇന്ദു എന്ന ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി. സെബാസ്റ്റ്യൻ എന്ന റൗഡിയുടെ മകളാണ് അവളുടെ അമ്മയാണ് മീര വാസുദേവ് ആയിട്ട് അഭിനയിക്കുന്നത്. ഈ മീര വാസുദേവിൻ്റെ കഥാപാത്രത്തെ കീപ്പായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് ബാബുരാജിൻ്റെ കഥാപാത്രം, ഗുണ്ടാ കഥാപാത്രം. ഈ ഗുണ്ടാ കഥാപാത്രം ഇവളുടെ അച്ഛനെ കൊന്നതിന് ശേഷമാണ് അമ്മയെ സ്വന്തമാക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ആദ്യമേ തന്നെ പറയാതെ എല്ലാം അവസാനത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. സസ്പെൻസിന് വേണ്ടിയോ എന്തായാലും അതിനകത്തൊന്നും ഒരു സസ്പെൻസില്ല. ഇവളുടെ അച്ഛനെ കൊന്നത് ഈ മുരളി ഗോപി അഭിനയിക്കുന്ന ഗുണ്ടാ കഥാപാത്രത്തെ കൊന്നത് അയാളായിരുന്നു അവിടുത്തെ നേതാവ്. അയാളെ ചതിയിൽപ്പെടുത്തി കൊന്നത് ബാബുരാജിൻ്റെ കഥാപാത്രമാണ്. ബാബുരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് അയാളെ വകവരുത്തുന്നത്, ചതിയിൽപ്പെടുത്തി കൊല്ലുകയാണ് ചെയ്യുന്നത്. ഈ ബാബുരാജിൻ്റെ കഥാപാത്രത്തെ ബാബുരാജിൻ്റെ അനിയനായിട്ട് വരുന്ന ക്ലീറ്റസും ഇതുപോലെ ചതിയിൽപ്പെടുത്തി അയാളെ വകവരുത്തിയാണ് കോമയിലാക്കുകയാണ് ചെയ്യുന്നത്. അയാളെ പിന്നീട് വധിക്കുന്നത് നമ്മുടെ നായികയായിട്ട് വരുന്ന ഇന്ദുവായിട്ട് വരുന്ന കഥാപാത്രമാണ് അയാളെ വധിക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ സംഗതി. പക്ഷേ ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു സംഭവത്തിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ബുദ്ധിപ്രക്ഷാളനം. സംവിധായകൻ്റെ കഴിവുകൊണ്ട് നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. ആദ്യമധ്യാന്തം നമുക്ക് കാണാവുന്ന രീതിയിൽ ആ താളക്രമത്തിലൊക്കെ അങ്ങനെ പോയി. അവിടെ അത് സിനിമ അവസാനിച്ചു. ICU, ഇന്ദു, ക്ലീറ്റസ്, ഉണ്ണി, അതാണ് ICU എന്ന് പറയുന്നത്. അത് നമുക്ക് അവസാനമാണ് മനസ്സിലാവുന്നത്. ഒക്കെ നല്ല കാര്യം തന്നെ, കുഴപ്പമൊന്നും ഉള്ള കാര്യമില്ല. പക്ഷെ പറയാനുള്ളത് ബുദ്ധിപ്രക്ഷാളനം കൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഉണ്ടായിരിക്കുന്നത്. അത് പാടില്ല. അത് ആസ്വാദകന് ആസ്വാദ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കാനായിട്ട് അയാളുടെ ബ്രെയിൻ എപ്പോഴും ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അങ്ങനെയല്ല, ആ കോൺസെൻട്രേഷനല്ല ഇവിടെ വേണം. വൈകാരികമായിട്ടുള്ള അവസ്ഥ സൃഷ്ടിക്കാനായിട്ട് കഴിയണം. കലാപരമായിട്ടുള്ള വൈകാരികത വരണം. എന്നാൽ വൈകാരികത അതിവൈകാരികതയായിട്ട് മാറാനും പാടില്ല. അതൊക്കെ കഴിവുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതൊക്കെ നമ്മൾ കണ്ടു മനസ്സിലാക്കി. സന്തോഷ് കുമാറിന് അതൊക്കെ
കണ്ട് മനസ്സിലാക്കി വിവിധങ്ങളായിട്ടുള്ള സിനിമകളൊക്കെ കണ്ട് മനസ്സിലാക്കി ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് ഉള്ളത്. പിന്നെ ഈ ICU എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സിനിമയുണ്ട്. അതിൻ്റെ കഥ ഇങ്ങനെയാണോ ഇത്തരത്തിലുള്ളതാണോ എന്നൊന്നും അറിയില്ല. നമുക്കേതായാലും ഇവിടെ കിട്ടിയ ICU എന്ന് പറയുന്ന ഈ സിനിമ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതും സംസാരിക്കുന്നതും അതിനെക്കുറിച്ച് മാത്രമാണ്. അതല്ലാതെ വേറെ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള സിനിമകൾ വേറെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അന്വേഷിച്ച് പോകലൊന്നും അല്ല ഒരു റിവ്യൂ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ. റിവ്യൂ എന്ന് പറഞ്ഞാൽ നിരൂപണം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യം, അതായത് ഉണ്ണി എന്ന കഥാപാത്രത്തെ താഴ്ത്തിയാണ് അയാളുടെ മനോനില. അയാളുടെ അച്ഛൻ പറയുന്നുണ്ട് അവനത്ര വലിയ കഴിവുള്ള ആളൊന്നുമല്ല, റേഡിയോളജിസ്റ്റാണ്. ആ ആശുപത്രിയിൽ അച്ഛൻ അഡ്മിറ്റായി കിടക്കുന്ന ആശുപത്രിയിലെ റേഡിയോളജിസ്റ്റാണ് ഉണ്ണി എന്ന കഥാപാത്രം. അവിടെ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് ഇന്ദു എന്ന കഥാപാത്രം. അവിടെ തന്നെയാണ് ഈ ആക്സിഡൻറ്റ് പറ്റി ഇയാളെ കൊണ്ടുവരുന്നത്. ഈ ബാബുരാജിൻ്റെ കഥാപാത്രത്തെ അവിടെയാണ് കൊണ്ടുവരുന്നത്. അവിടെ വെച്ചാണ് അവൾക്ക് തൻ്റെ അച്ഛനെ കൊന്ന് അമ്മയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കൊല്ലണമെന്ന് കൊല്ലുന്നത്. തൻ്റെയും ഉണ്ണിയുടെയും ജീവിതത്തിന് ഇവരൊക്കെ ഒരു വിലങ്ങുതടിയായിട്ട് മാറും എന്നുള്ള ആ കാര്യത്തിലാണ് അയാൾക്ക് വേണ്ടത്ര മരുന്ന് കൊടുക്കാതെ അയാളെ വകവരുത്തുന്നത്. ക്ലീറ്റസിനെ ഈ കൂടെ വന്ന ഈ ബാബുരാജിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സലാമും കൂട്ടുകാരുമാണ് ക്ലീറ്റസിനെ വകവരുത്തുന്നത്. അതേ രീതിയിൽ തന്നെ ബാബുരാജിൻ്റെ ചേട്ടൻ കഥാപാത്രത്തെ അനിയൻ എങ്ങനെയാണോ വകവരുത്താൻ ഉദ്ദേശിച്ചത് കൂടം കൊണ്ട് അടിക്കുന്നത്, അതിന് അവളുടെ തലയിൽ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഇയാളെ തലയ്ക്ക് കുത്തുന്നുണ്ട്. ഇവർ തമ്മിൽ ബിബി ജോർജിൻ്റെ കഥാപാത്രവും ഇയാളുടെ കഥാപാത്രവും തമ്മിൽ ഒരു അടിപിടി ഉണ്ടാകുന്ന സമയത്ത് അയാൾ ജീപ്പിലേക്ക് ചെന്ന് തലയിടിക്കുന്ന സമയത്ത് ആ തലയുടെ ബാക്കിലൂടെ ഇവൾ കൃത്യമായിട്ട് ഈ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് അയാളെ കുത്തുന്നുണ്ട്. പക്ഷേ അതൊന്നും യുക്തിക്ക് നിരക്കുന്ന ഒന്നല്ല. കാരണം ഇത് പരിശോധിച്ച ഡോക്ടർമാർ പറയുന്നത് എന്തോ ഖനമുള്ള ആയുധം ഉപയോഗിച്ച് ഇയാളുടെ തലയ്ക്ക് അടിക്കുകയാണ് ചെയ്തത് എന്ന്. പക്ഷേ ഈ കുത്തിയ കാര്യം എന്താണ് ഡോക്ടർക്ക് മനസ്സിലാകാതെ പോകുന്നത്? അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇതിനകത്ത് അത് തിരക്കഥയിലുള്ള പ്രശ്നമാണ്. ഈ സിനിമയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വിസ്മയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബിബിൻ ജോർജിൻ്റെ കഥാപാത്രത്തെ അങ്ങനെ താത്തിക്കളയേണ്ട കാര്യം ഉണ്ടായില്ല. അയാൾ കഴിവില്ലാത്ത ആളാണെന്നുള്ളത് വരുത്തേണ്ട കാര്യമൊന്നും ഉണ്ടായില്ല. അയാൾക്കൊരു നല്ല ഫൈറ്റ് രംഗമൊക്കെ പക്ഷേ ആ ഫൈറ്റ് രംഗം കൊടുത്താലും ചിലപ്പോൾ അത് സാധ്യമാവണമെന്നില്ല, അത് ആളുകൾക്ക് ബോധ്യപ്പെടണം എന്ന് ഇല്ല. ബിബിൻ ജോർജിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ എമ്പുരാൻ എന്ന സിനിമ വന്ന സമയത്ത് നമ്മുടെ ആളുകളൊക്കെ പറഞ്ഞു അതൊരു സിനിമയായിട്ട് കണ്ടാൽ മതി അങ്ങനെയൊക്കെ പറഞ്ഞു. അതിനകത്തൊന്നും ഒരു വർഗീയതയും ഒന്നും ഇല്ല. അതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞ് ഒരു വെക്കൽത്തുറു അവിടെ ദൂരെ നിന്ന് കത്തുന്നു. അതിനുശേഷം കുറേ ആളുകളെ കൊല്ലുന്നു. ഇതിനകത്തൊക്കെ എന്താണുള്ളത്? ഒന്നുമില്ലാത്തൊരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ. ആരൊക്കെ ചേർന്ന് അതിനെ അങ്ങനെയൊക്കെ ആക്കി മാറ്റി അതിനെ വിപണന തന്ത്രമുണ്ടല്ലോ ഇതിനകത്ത്. വിവാദം ഉണ്ടാക്കി വിപണനം ചെയ്യുക എന്നുള്ളത്. അതുപോലെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയെ പറ്റിയും ഇവിടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ കണ്ടിട്ടില്ല, കാണാത്തതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഉള്ളിലെ രാഷ്ട്രീയവും ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, രാഷ്ട്രീയവും ഒന്നും ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ സിനിമയുടെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മോഹൻലാൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് ശരിയാണോ? മോഹൻലാലിന് പണത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയാണ് ചില കോണിൽ നിന്ന് ആളുകൾ ചോദിക്കുന്നത്. അതിനെയൊക്കെ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കണമെങ്കിൽ അംഗീകരിക്കാതിരിക്കാം, അങ്ങനെ വേണം ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞില്ലേ, നമുക്ക് ആ സിനിമ കാണണ്ട എന്ന് പറയാനുള്ള അധികാരമൊന്നും ആർക്കുമില്ല. ആ സിനിമ കാണാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ല എന്നൊന്നും പറയരുത്. കാരണം കിത്താബ് എന്ന് പറയുന്ന കുട്ടികളുടെ നാടകം നിരോധിച്ച, നാടകം കളിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിച്ച ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയൊന്നും ഇല്ല, ഇതൊക്കെ ഞങ്ങളെല്ലാം പരിശുദ്ധരാണ് എന്നൊന്നും പറയുമൊന്നും വേണ്ട. ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്, കാര്യങ്ങൾ മുഴുവൻ.
അപ്പോൾ ഈ സിനിമയിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് ആദ്യം മധ്യാന്തം നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ജോർജ് വർഗീസിൻ്റെ ഒറ്റൊരാളുടെ കഴിവ് കൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇങ്ങനെ ആയത്. അതിനകത്ത് തിരക്കഥാകൃത്തിൻ്റെ കഴിവ്, തിരക്കഥാകൃത്ത് പിന്നീട് ആ ലൈനിലേക്ക് വന്ന് വീണു എന്നുള്ളത് ശരി തന്നെ. എന്ന് വിസ്മയ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാബുരാജും ഈ പറയുന്ന ക്ലീറ്റസായിട്ട് വന്ന നടൻ ഒക്കെ കൊള്ളാവുന്ന രീതിയിൽ. ബിബിൻ ജോർജ് കഴിവില്ലാത്തവനാണ് എന്ന് അച്ഛൻ പറഞ്ഞു വെച്ചു. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ മതി എന്നുള്ള രീതിയാണ്. പിന്നെ ഛായാഗ്രഹണത്തിൻ്റെ കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മൾ വീണ്ടും പറയുകയാണ്, കൊള്ളാവുന്ന ഒരു ഛായാഗ്രഹണമാണ്. ഇങ്ങനെ വേണം, കാണണം, ആളുകൾക്ക് കാണണം, ആളുകൾക്ക് മനസ്സിലാവണം എന്താണ് നടക്കുന്നത്. നിങ്ങൾ എന്ത് ആധുനികത പറഞ്ഞോ, അല്ലെങ്കിൽ എന്ത് ഉത്തരാധുനികത വേണമെങ്കിലും പറഞ്ഞോ, മോഡേണിറ്റി പറഞ്ഞോ, മോഡേണാണ്, ഇങ്ങനെയൊക്കെയാണ്, മോഡേണായ ഇങ്ങനെയൊക്കെ വേണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷേ പ്രേക്ഷകനെ സംബന്ധിച്ച് അവൻ്റെ കണ്ണിന് ആയാസം ഉണ്ടാവാൻ പാടില്ല. അയാൾ നോക്കിയിരിക്കുന്ന സമയത്ത് അയാളുടെ കണ്ണിന് യാതൊരു തരത്തിലുള്ള ആയാസം ഉണ്ടാവാൻ പാടില്ല. അത് ആസ്വാദനത്തെ ബാധിക്കും. അത് ആസ്വാദനത്തിൻ്റെ കണ്ടിന്യൂറ്റി തകർത്ത് കളയും എന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ അതൊക്കെ ഈ സിനിമയിൽ നമുക്ക് ആദ്യമധ്യാന്തം കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. ജോർജ് വർഗീസ് സംവിധാനം ചെയ്ത ICU എന്ന ഈ സിനിമ.